നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിന്റെ ഹൈബ്രിഡ് ഡ്രയർ ആണ്. അതായത് നമുക്ക് ഇലക്ട്രിക്കലും ഫയർവുഡിലും ഒരുപോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഡ്രയർ ആണിത്. അതായത് ഇതിൽ നമുക്ക് കപ്പാസിറ്റി വരുന്നത് 250 നാളികേര കപ്പാസിറ്റിയാണ് വരുന്ന നാളികേര കപ്പാസിറ്റി. അതുപോലെ തന്നെ ട്രേസ് വരുന്നത് 16 ട്രേ ആണ് ഇതിന്റെ കപ്പാസിറ്റി. നമുക്ക് ഒരു ഇലക്ട്രിക് ഡ്രയർ പോലെ തന്നെയാണ് ഈ ഒരു മെഷീൻ കാണുമ്പോൾ ഉണ്ടാകുക. നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ടൈം സെറ്റ് എത്ര മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്യാനുള്ള സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് മെഷീൻ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ഹീറ്റർ സംവിധാനങ്ങൾ, എയർ സർക്കുലേഷൻ സംവിധാനങ്ങൾ എല്ലാം കൂടിയ ഒരു ഡ്രയറാണിത്. ഇത് 2 ഡോറായിട്ടാണ്, ഡബിൾ ഡോറായിട്ടാണ് ഈ ഒരു മെഷീൻ വരുന്നത്. അതായത് ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ട്രേ ആണ് കാണാൻ പറ്റുക. ഈ 2 ഡോറിന്റെ സെക്ഷനിലായിട്ട് ടോട്ടൽ 16 ട്രേ ആണ് വരുന്നത്. നമുക്ക് സാധനം കുറവാണ്, ഐറ്റം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാനില്ലെങ്കിൽ ഇത് 2 സെക്ഷൻ ആയിട്ട്, അതായത് റൈറ്റ് സൈഡിലുള്ള സെക്ഷൻ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള സെപ്പറേറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം കൂടിയും ഈ ഒരു കൺട്രോളറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിനൊരു ഫയർവുഡ് ചേമ്പറും ഉണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് ഇതിൻ്റെ വിറക് ഫില്ല് ചെയ്യുന്ന ഫർണൻസ് കാണാം. ഇതാണ് ഇതിൻ്റെ ഫർണൻസ് വരുന്നത്. അത്യാവശ്യം ലെങ്ത്ത് കൂടിയ ഒരു ട്രേ ഇതിൽ വരുന്നുണ്ട് വിറക് ഫില്ല് ചെയ്യാനുള്ള. എത്ര വിറക് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അത്യാവശ്യം നല്ല സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും വിറക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ലൊരു സമയം തന്നെ ഈ ഒരു വിറകിൻ്റെ ചൂട് നമുക്ക് ഇതിൽ നിലനിർത്താൻ പറ്റും. നമുക്ക് വിറക് മാത്രമല്ല, നമുക്ക് ചകിരി ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ ചിരട്ട, ഇതുപോലുള്ള കത്തിക്കാൻ ഉപയോഗിക്കുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കത്തിക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ പുകക്കോയിൽ വരുന്നത്. ഇവിടുന്നാണ് പുക, അതായത് ഉള്ളിൽ കത്തുന്ന വിറകിൻ്റെ പുക പുറത്തേക്ക് വീണത് ഈ ഒരു കോയിൽ വഴിയാണ്. നമുക്ക് ഈ ഒരു കോയിൽ ഇത്രയും പോർഷൻ നമുക്ക് സിമെൻറ്റ് പൈപ്പാണ് വരുന്നത്. ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉള്ളിൽ കത്തുന്ന ഇതിൻ്റെ പുകയോ അതിൻ്റെ കാര്യങ്ങളൊന്നും മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പൂർണ്ണമായിട്ടും പുക പുറത്തേക്ക്, നമ്മളെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ പരമാവധി കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊപ്ര ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നാളികേരം മാത്രമല്ല, മുളക്, മല്ലി, അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ജാതിക്ക, ജാതിപത്രി, കൊക്കോ, ഏലം, ഇതുപോലുള്ള ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഉണക്കിയെടുക്കാൻ പറ്റിയ ഡ്രയറാണ്.